ക്ലാസ്സൊക്കെ എങ്ങനെ പോണു? ആ ക്ലാസ്സുകളിൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നിന്റെ ക്ലാസ്സൊക്കെ എങ്ങനെ പോണു? ആ എൻ്റെ ക്ലാസ്സൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ആ ഇതാര്? ഹാപ്പി ബർത്ത്ഡേ, ഇന്ന് നിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു. ആ ഇന്ന് ബർത്ത്ഡേ ആണല്ലേ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കുറച്ചായി ഒന്ന് സംസാരിക്കണം, ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതാ വന്ന് സംസാരിച്ചു. ഇന്ന് നടക്കട്ടെ. ഇയാളുടെ നമ്പർ തരുമോ? അതൊക്കെ തരാം. അപ്പം എന്നാ ശരി, നടക്കട്ടെ, പിന്നെ കാണാം. ശരി. എടാ ഇന്ന് ഞാൻ അവനായിട്ട് സംസാരിച്ചടാ. എടി നീ ഒരു കാര്യം എത്രാമത്തെ തവണയാടി നീ എന്നോട് പറയുന്ന? പിന്നെ നീ സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ നീ പറയുന്നത്? നിനക്ക് മനസ്സിലാവൂലടാ. അയ്യോ അമ്മേ. എന്താ നിന്റെ അമ്മനോട് പറയണോ? നോ, അത് വേണ്ട. ഞാൻ എന്റെ ഹാപ്പിനെസ് കൊണ്ട് പറഞ്ഞല്ലടാ അമ്മേനെ. എന്നാ ഞാൻ പോയി ഉറങ്ങട്ടെ, ഉറക്കം വരണേ. അയ്യോ പറഞ്ഞാല് എനിക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? എടാ ഇന്ന് ഞാൻ സംസാരിച്ചു. എടി നീ ഒരു മണിക്കൂറായിട്ട് ഈ ഒരു കാര്യം തന്നെയാടി നീ എന്നോട് പറയുന്ന. എനിക്ക് ഉറക്കം വരും, ഞാനൊന്ന് ഉറങ്ങട്ടെ. എന്റെ ഹാപ്പിനെസ് നിന്നോടല്ലാതെ വേറെ ആരോടാ പന്നി ഞാൻ പറയാ? അതൊക്കെ എന്നോട് തന്നെ. നിനക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കേട്ടിട്ടൊരു മടുപ്പ് എനിക്ക് വരുന്നുണ്ടടി. എന്നാ നീ പോയി പണി നോക്ക്. എടി നീ തെറ്റാൻ വേണ്ടി പറഞ്ഞതല്ല. എത്ര ടൈമായിട്ട് നീ ഒരു കാര്യം പറയുന്ന, അതുകൊണ്ട് പറഞ്ഞതല്ലേ. അതന്നല്ലേ ഞാനും പറഞ്ഞ, ഇനി ഞാനൊന്നും പറയുന്നില്ല. നീ പറ, ഞാൻ കേക്കാം. എടാ ഞാനില്ലേ ഇന്നാലേക്ക് സംസാരിച്ചടാ. ഓ റിയലി? എന്നിട്ട്? നീ ഇപ്പൊ എന്നെ കളിയാക്കിയതല്ലേ? ഞാനങ്ങനെ ചെയ്യോ? നീ ചെയ്യൂ. ഏത് നേരത്താണോ? ഞാൻ ഉറങ്ങാൻ പോവാ. ബൈ. എന്താണത് ഉറക്കം വരാത്ത? അവള് തന്നെയാണല്ലോ മനസ്സിലിങ്ങനെ ഓടിക്കളിക്കുന്ന. എന്ത് ചെയ്യപ്പോ? എങ്ങനെങ്കിലും കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിലേ നാളെ കോളേജിൽ പോകാൻ നേരം വെക്കും. ഈ ചെക്കനാലോചിച്ചിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. എന്തൊക്കെ ചെയ്യാം? പ്രപ്പോസ് ചെയ്താലോ? റിജക്ട് ചെയ്യാൻ ചാൻസില്ല, കാരണം എന്നെ ഇഷ്ടമാണല്ലോ. ബട്ട് ഇപ്പൊ തന്നെ വേണ്ട. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കിയിട്ടൊക്കെയല്ലോ, എന്താ പറയാന്നൊക്കെല്ലോ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ കിടന്ന് ഉറങ്ങാം, നാളെ കാണാലോ. ഹായ്. ഹായ്. പഠിക്കായിരുന്നു? അല്ല, ഞാൻ ഈ ബുക്കൊന്ന് വായിക്കായിരുന്നു, ലൈബ്രറിയിൽ നിന്ന് എടുത്തതാ. കുറച്ചായി കഥയൊക്കെ ഒന്ന് വായിച്ചിട്ട്, അപ്പൊ വെറുതെ എടുത്താണ്. ഏതാ ബുക്ക്? ഇത് 1984. അല്ല നിന്റെ ഒപ്പമുള്ളവരൊക്കെ എവിടെ? അവരൊന്ന് ബാത്റൂമിൽ പോയതാ. ഞാൻ ജസ്റ്റ് വെറുതെ ഇരിക്കണ്ടേ വെച്ചിട്ട് ഇതെടുത്തൊന്ന് വായിച്ചതാ. നിങ്ങൾ തമ്മിൽ സംസാരിക്കുമായിരുന്നു? അതെ, ഞാൻ ഇങ്ങനെ പോയപ്പോ ഇവന് ജസ്റ്റ് ഇവിടെ നിന്ന് ബുക്ക് വായിക്കുന്നുണ്ടപ്പോ ഞാനൊന്ന് വന്നേന്നുള്ളൂ. എന്നാ നിങ്ങൾ നിന്ന് സംസാരിക്കും, ഞങ്ങൾ അവിടെ ഉണ്ടാവും. ശരി, പൊക്കോ. നിനക്കെന്താണ് എത്ര തിടുക്കും ഞാനിവിടുന്ന് പോവാൻ? എനിക്കിത് എടുക്കൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞ. നീ പോകണ്ട, അവിടെ നിന്നു. ഞാൻ ചുമ്മാ പറഞ്ഞ, നിങ്ങളൊന്ന് സംസാരിക്കും. അവരോടൊന്നും സംസാരിക്കട്ടെ, നമുക്ക് സംസാരിക്കവാ. നമ്മൾ തമ്മിൽ എന്താ സംസാരിക്കാൻ? എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാം. അവരോടൊന്നും സംസാരിക്കല്ലേ, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ എന്നാവാ? അപ്പോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. പിന്നെ ജിന്നി, നീ എല്ലാവരും അസൈൻമെന്റ്സ് മേടിച്ചിട്ട് എൻ്റെ കൂടെ ഓഫീസ് റൂമിലോട്ട് വാ. ഞാനോ? നീ തന്നെ. എന്താ, വരാൻ പറ്റൂലേ? അതിനെന്താ, ഞാൻ വരാം സാർ. ഓക്കെ, നീ അങ്ങോട്ട് പോര്, ഞാൻ അങ്ങോട്ട് നടക്കാം. ഞാൻ പറഞ്ഞില്ലേ എന്തോ ഉണ്ട് നേരത്തെ തന്നെ. എന്തോന്നടേ, മനുഷ്യനാകെ വിറച്ച് നിക്ക. എന്തിനാ പിന്നെ അങ്ങോട്ട് വിളിക്കുന്ന? ചെല്ലി ചെല്ലി.
സാർ ഇതാ അസൈൻമെന്റ്സ്. ആ ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ് നിന്നെ ഇങ്ങോട്ട്. ഋഷി സാറ് പറഞ്ഞു നീ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ലാന്ന്. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇല്ല, എൻ്റെ ക്ലാസ്സിലായിട്ട് നീ കുറച്ച് ഇതുപോലൊക്കെ തന്നെ. പിന്നെ എക്സാം നടക്കാനായിരിക്കണം. ഞാൻ ഒരു ലിസ്റ്റ് തരാം, അതിൽ കുറച്ച് ആൾക്കാരുടെ പേരുണ്ട്, അതിൽ നീയും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി നൈറ്റ് ക്ലാസ് വെച്ചിട്ടുണ്ട്. എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇവരോടൊക്കെ നൈറ്റ് ക്ലാസ്സിന് പങ്കെടുക്കാൻ പറയും. ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. വീട്ടിലൊക്കെ വിളിച്ച് പറയാം. എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്, ലൊക്കേഷൻ ഞാൻ വിട്ടു തരും. ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ. ഇതിൽ ഫുള്ള് പെൺപിള്ളേരനാണല്ലോ. അതെന്താ, പെൺപിള്ളേർ വന്നൂടെ? അയ്യേ, നൈറ്റ് ക്ലാസ്സിൽ പെൺപിള്ളേരല്ലേ? വെള്ളാണ്ട് കളിക്കല്ലേ, വെള്ളാണ്ട് സാറാവ് നോക്കല്ലേ. ഞാൻ വേണമെങ്കിൽ വരാം. മറ്റുള്ളവരൊന്നും അങ്ങോട്ടല്ല, അവരൊക്കെ വീട്ടിലിരുന്ന് പഠിച്ചോളൂ. ഇയാളങ്ങനെ കുത്തി പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇപ്പൊ സ്കൂളൊന്നും അല്ലല്ലോ, കോളേജെത്തില്ലേ, ഇത്രയൊക്കെ മതി. ഞാൻ നിന്റെ സാറാടി, അതിനുള്ള പരിഗണനയെങ്കിലും താ. അതൊക്കെ ഞാൻ ക്ലാസ്സിന് തരുന്നുണ്ട്. സാറ് കഴിഞ്ഞിട്ടുള്ള ബന്ധം മറക്കണ്ട. ബഹുമാനം ഞാൻ തരുന്നുണ്ട്, അത്രയൊക്കെ മതി. എന്റെ ഫ്രണ്ട്സിന് പോലും അറിയില്ല നമ്മളെ കാര്യം. അവരിത് ഞാൻ പറയാതെ അറിയണമെങ്കിൽ ആകെ പൊളിഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് വരെ കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് പേടിയായിട്ട് വയ്യ. അവരെല്ലാം എന്നോട് ഓപ്പൺ ആയിട്ട് പറയുന്ന, ഞാൻ മാത്രം ഒന്നും പറയാതിരിക്കുന്ന. അവരെന്താ വിചാരിക്കുക പിന്നീട് അറിയുമ്പോൾ? നിങ്ങളെ കൊണ്ടാ ഞാൻ പറയാത്ത. ഞാൻ പറയട്ടെ പ്ലീസ്. നിങ്ങളെന്തിനാ പറയണ്ടെന്ന് എപ്പോഴും പറയുന്നേ? ഞാൻ പറയണ്ടെന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസറാ, നീ എൻ്റെ സ്റ്റുഡൻറ്റും. അപ്പോൾ എന്തോ അവരറിയുമ്പോൾ എനിക്കെന്തോ മോശം പോലെ തോന്നും. അല്ല, എന്താണോ വിചാരിച്ച് വെച്ചിക്കണത്? കുറച്ച് കഴിയുമ്പോൾ ആരും അറിയാതെ ഒഴിവാക്കാനാണോ? അല്ല, പ്രപ്പോസ് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റുഡന്റ്, നിങ്ങൾ സാറൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോ ബാക്കി സ്റ്റുഡൻസ് അറിയുന്നതിൽ കുഴപ്പം അല്ലേ? അല്ല, ഇടക്ക് ഞാൻ നിന്റെ സാറാടി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്നെ സ്റ്റുഡന്റ് ആയിട്ട് മാത്രമല്ല കണ്ടിട്ടുള്ളത്, കുറച്ച് കഴിയുമ്പോൾ ഒഴിവാക്കി പോകാനല്ലേ? മനസ്സിലായി. ഞാൻ എന്തായാലും ഇന്ന് എന്റെ ഫ്രണ്ട്സിനോട് പറയും. പറ്റൂല മോനെ, പറ്റൂല. ഞാൻ എന്തായാലും പറയും. അവരൊന്നും വിചാരിക്കാൻ പോണില്ല. അവരൊക്കെ നമ്മളെ കാര്യത്തിൽ പക്കാ സപ്പോർട്ടാവും. കാരണം ഒരു ദിവസം നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ തന്നെ നോക്കിയിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞതാ, എനിക്കെന്തോ ഓറം സാറിനായിട്ട് ഇല്ലേന്ന്. അപ്പൊ ഞാനൊന്നുമില്ല, ഒന്ന് പോടാ അങ്ങനെയൊക്കെ പറഞ്ഞ് വിട്ടെന്നേ ഉള്ളൂ. അവര് സപ്പോർട്ടാവും. ആ പേരും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും കളിയാക്കൂല. അത് നിങ്ങൾ പേടിക്കണ്ട. ഞാനിന്ന് പറയും. ഇളിക്കുന്നു. ഞാൻ പോവാ, നിങ്ങളോടൊന്ന് ഇളിക്കും. പിന്നെ ഞാൻ എന്തായാലും ഈ കാര്യം ഫ്രണ്ട്സിനോട് പറയും, ഉറപ്പാ. ബൈ. നീ പോലെ, നീ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല എനിക്ക്. താങ്ക് യു. നീ എന്താടി ഓന്തോ, നീയല്ലേ ഇപ്പൊ ദേഷ്യപ്പെട്ടു പോയ? അപ്പൊ എനിക്ക് ചിരിക്കാൻ പാടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ഞാൻ അങ്ങനെ പറഞ്ഞ? അങ്ങനെ തന്നെ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടല്ല, ഞാൻ പോവാണ്. ബൈ. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. പോയോ? ആ വന്നല്ല. എന്തിനായിരുന്നു വിളിച്ചത്? നിങ്ങൾ സെറ്റായാ? എടാ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമല്ല. ചിലപ്പോ അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാവും, ചിലപ്പോ നിങ്ങൾക്ക് സന്തോഷാവും. അതെന്ത് തേങ്ങ? നീ കാര്യം പറ. അത് ഞാനും ആറാം സാറും സെറ്റായിട്ട് ഇപ്പോ 2 മാസമായി. അതൊക്കെ ഇപ്പോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ അറിയാത്തോണ്ടാ നിങ്ങൾക്ക് എന്റെ അത് ദേഷ്യം തോന്നുന്നു ഞാൻ പറഞ്ഞ. ദേഷ്യമൊന്നുമില്ല, അതൊക്കെ വിട്. കഥ പറ. ഇപ്പൊ എങ്ങനെ? നല്ല രസവും സ്റ്റുഡന്റ് പ്രൊഫസർ ലവ് സ്റ്റോറി. അതന്ന് എനിക്ക് ഡൗട്ട് വന്നപ്പോ ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് നോക്കി രാത്രി. അങ്ങനെ ചാറ്റ് ചെയ്ത് ലാസ്റ്റിനോട് പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു ക്രഷ് ഉണ്ട്, നീ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല, നീ ആരോട് പറയാൻ നിൽക്കണ്ട, എനിക്ക് ഇഷ്ടമാണെങ്കിൽ നീ യെസ് പറ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോ എനിക്ക് ഇഷ്ടായിരുന്നു. ഞാനപ്പോ തന്നെ യെസ് പറഞ്ഞു. അപ്പൊ നിങ്ങളോട് പറയട്ടെ എന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞത് സാറാ. കാരണം സ്റ്റുഡന്റ് അല്ല ഞാന്, സാറ് ആണല്ലോ. അപ്പോ സാറിന് ഒരു മടി, അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങളോട് പറയണ്ടാന്ന്. അതാ ഞാനൊന്നും പറയാതെ ഒളിപ്പിച്ചിരുന്നത്. എടി അതൊന്നും സീനില്ലടി, എന്തായാലും നിങ്ങൾ സെറ്റായില്ലേ, അത് മതി. അതെ, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ സെറ്റ് ആവണമെന്ന്. ഞാൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളല്ല മാച്ച് ഉണ്ടെന്ന്. അങ്ങനെ അവസാനം നടന്നു.
ഞാൻ വേഗം വീഡിയോസ് ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് ആൾക്കാർ വീഡിയോസ് കണ്ട് മാത്രം പോകുന്നുണ്ട്. ലൈക്കും കമന്റും ഒന്നും ചെയ്യുന്നില്ല. ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. പേടിപ്പിക്കാന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ എങ്ങനെയാണ്. അപ്പൊ എന്നാ ശരി, അടുത്ത വീഡിയോക്ക് കാണാം. ബൈ. ഒരു കാര്യം കൂടി, ഹൈപ്പ് ആകണം കേട്ടോ. ബൈ.